കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ദ്വൈവാർഷിക തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗവും 40-ാം വാർഷികാഘോഷവും കുടുംബസംഗമവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും കൂടാതെ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത വിരുന്നും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 21 കാലത്ത് 10 മണിക്ക് കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി TP ഷക്കീർ റിപ്പോർട്ടും ട്രഷറർ TV സുധീർ വരവ് ചിലവ് കണക്കും അവതരിപ്പിക്കും. 40 വർഷം മുമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് രൂപീകരണ കാലം മുതൽ യൂണിറ്റിൽ അംഗമായി പ്രവർത്തിക്കുകയും ഇപ്പോഴും വ്യാപാര രംഗത്ത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന മുതിർന്ന വ്യാപാരികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. പുതുതായി ഭരണസമിതിയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് നിയന്ത്രിക്കും. ജില്ലാ സെക്രട്ടറി V പ്രജിത്ത്, സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, തൃത്താല മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ AK അബൂബക്കർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KV റിയാസ്, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി രാധിക, വാർഡ് ലീഡർ PV ഉമ്മർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. തുടർന്ന് കാലിക്കറ്റ് ഷാസ് മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന്, വ്യാപാരി കുടുംബാംഗങ്ങളും മക്കളും അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയുടെ പ്രചരണാർത്ഥം കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കൂറ്റനാട് യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ, ജനറൽ സെക്രട്ടറി TP ഷക്കീർ, ട്രഷറർ PV സുധീർ, വൈസ് പ്രസിഡന്റ് സലീം ചുങ്കത്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TN സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗം അതിനോട് ബന്ധപ്പെട്ട് 2026-28 കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന 21-ാം തീയതി കാലത്ത് 10 മണിക്ക് കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ 40-ാം വാർഷിക പരിപാടികളാണ് ഈ വരുന്ന ഒരു വർഷം ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 40 വർഷമായ വ്യാപാരി സംഘടനയിലെ അംഗങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാപാരികളുടെ കുടുംബ സംഗമം ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയിൽ വിവിധ ഇനം പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബസംഗമം നടക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും ജില്ലയുടെ വൈസ് പ്രസിഡന്റുമായ TP ഷക്കീർ ഇവിടെ സൂചിപ്പിക്കും. കൂറ്റനാട് യൂണിറ്റ് 1986 ജൂൺ മാസത്തിലാണ് രൂപീകരിക്കുന്നത്. അതിൻ്റെ 40-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ 21-ാം തീയതി മുതൽ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് കൂറ്റനാട്ടെ വ്യാപാരി കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുടുംബസംഗമവും അതോടൊപ്പം തന്നെ കൂറ്റനാട് യൂണിറ്റിലെ വ്യാപാരികളുടെ ചരിത്രത്തിൽ ആദ്യമായി 40 വർഷമായി വ്യാപാര മേഖലയിൽ തുടരുന്ന വ്യാപാരികളെ, പഴയകാല നേതാക്കളെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണ് ഞങ്ങളന്ന് സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 10ഓളം ആളുകളാണ് 40 വർഷമായി ഇപ്പോഴും വ്യാപാര രംഗത്ത് തുടരുന്ന വ്യാപാരികളായി ഞങ്ങൾക്കുള്ളത്. ഈ ആളുകളെ ഞങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ 40 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരികൾക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ കമ്മിറ്റിയുടെ ഒരു കാലാവധിയും കൂടി ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കുകയാണ്. എടുത്തു പറയാവുന്ന തരത്തിൽ വ്യാപാരികൾക്ക് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പലിശരഹിത വായ്പ എന്നൊരു പദ്ധതിക്ക് രൂപം നൽകാൻ സാധിച്ചു. വ്യാപാരികളുടെ ദൈനംദിന കച്ചവട മേഖലയിലുള്ള പ്രതിസന്ധികൾ, പല രീതിയിലും വ്യാപാരികൾ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു പരിഹാരത്തിന് വേണ്ടി വ്യാപാരികളെ പലിശരഹിതമായിട്ടുള്ളൊരു വായ്പാ പദ്ധതി ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിനോദയാത്രകൾ, അതോടൊപ്പം തന്നെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെ ഇപ്പോൾ കുടുംബസംഗമം തുടങ്ങിയ നിരവധി പരിപാടികളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തു തീർത്തത്. ഇതിൻ്റെ ഒരു തുടർച്ച 40-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തുടർ പ്രവർത്തനങ്ങളാണ് ഈ ഒരു 21-ാം തീയതിയിലത്തെ പരിപാടിയോടുകൂടി തുടക്കം കുറിക്കുന്നത്.